വീടിന് മുമ്പിൽ റീത്ത് വെക്കുന്നത് കണ്ണൂരിലെ ഒരു ആചാരമാണ്. എഴുത്തുകാരൻ BS അനിൽകുമാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റീത്ത് പ്രത്യക്ഷപ്പെട്ടു. പുലർച്ചെ അദ്ദേഹത്തിൻ്റെ മകൻ ഗേറ്റ് തുറക്കുമ്പോഴാണ് റീത്ത് വീടിന് മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് തൊട്ട് മുന്നാഴ്ച കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ പുസ്തകപ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ പുസ്തകം ഏറ്റുവാങ്ങിയത് അദ്ദേഹം എന്നാണ് ഞാൻ. അപ്പോൾ ഇത് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ വളരെ രസകരമായൊരു പ്രതികരണം നമ്മൾ കണ്ടത് അശോകൻ ചെരുവിലിൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം അതിനെ അപലപിച്ചിട്ടുണ്ട്. അപലപിക്കോടൊപ്പം തന്നെ തമസ് എന്ന് പറയുന്ന നോവലിൽ എങ്ങനെയാണ് ഹിന്ദു മുസ്ലിം വൈരമുണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾ പശുവിനെയും അതുപോലെ പന്നിയെയൊക്കെ ഉപയോഗപ്പെടുത്തി തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നത്. CPM ഇങ്ങനൊരു കാര്യം ചെയ്യില്ല എന്നാണ് മൂപ്പർ പറയുന്നത്. അത് കനകോലുമാർ കണ്ടെത്തിയ പുതിയ തിരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നാണ് മൂപ്പരുടെ ഒരു നിലപാട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? ഈ വീടിന് മുമ്പിൽ റീത്ത് വെക്കുന്നത് കണ്ണൂരിലെ ഒരു ആചാരമാണ്. എതിരാളികളെ ഭയപ്പെടുത്താനും നിങ്ങളെ ഞങ്ങൾ ഭാവിയിൽ കൊല്ലുന്നു കാണിക്കാനൊക്കെ ഉള്ളൊരു സംഗതിയാണ്. അത് പാർട്ടി ഗ്രാമങ്ങളിലൊരു പൊതു രീതിയാണ്. റീത്ത് മാത്രമല്ല, ചിലപ്പം പൂച്ചയെ കൊന്ന് മുമ്പ് വീടിന് മുമ്പിൽ കൊണ്ടിടുക, എലിയെ കൊന്ന് വീടിന് മുമ്പിൽ ഇടുക, പട്ടിയെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കുക, ഇതൊക്കെ ആചാരങ്ങളാണ് CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ സാധാരണ രീതിയാണ്. അതുകൊണ്ടാണ് VS അനിൽകുമാർ വളരെ നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളഞ്ഞത്. ഭയമില്ലാത്ത രീതിയിൽ തള്ളിക്കളയാണ് ചെയ്തത്. അശോകൻ ചെരുവിൽ അത് മനസ്സിലാവണമെന്നില്ല. കാരണം തൃശ്ശൂരിലെ രീതി വേറെയാണ്. തൃശ്ശൂരിൻ്റെ ഒരു CPM പെരുമാറുന്ന രീതിയല്ല കണ്ണൂർ. കാട്ടൂരിലെ രീതിയല്ല കണ്ണപുരത്തേത്. കണ്ണപുരത്ത് വേറൊരു രീതിയാണ്. അത് പാർട്ടി ഗ്രാമമാണ്.